ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ചെയിൻ റൂളാണ്. കഴിഞ്ഞ സെക്ഷനിലെ ചെയിൻ റൂള്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് നോക്കാം. ആദ്യത്തേത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എഫ് ഡാഷ് എക്സ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണും. അപ്പോൾ നമുക്കിതിനെ ചെയ്യാൻ സൗകര്യത്തിന് എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് കൊടുക്കാം. സോ വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഇംപ്ലൈസ്, നമുക്ക് എപ്പോഴും ചെയ്യാൻ എളുപ്പം ഇൻവേഴ്സ് ഇല്ലാത്ത ഇക്വേഷൻ ആണ്. അപ്പം ഇതിൽ ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ തിരിച്ച് എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് എഴുതാം. ഇനി ഇതിനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഫോർമാറ്റിൽ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഈ ഇക്വേഷനെ. So d by dx of left side equal to d by dx of right side. So what is the derivative of left side? Sin y യുടെ derivative. അല്ലേ? d by dx of sin y is equal to d by dx of x എന്ന് എഴുതാം. Now what is the derivative of sin y? Sin y യുടെ derivative cos y into x നെ പകരം y ആയതുകൊണ്ട് dy by dx. അവിടെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ചു. Equal to derivative of x with respect to x is 1. So from here നമുക്ക് കിട്ടും dy by dx ന്റെ expression 1 by cos y എന്നാണ്. Now what is y? 1 by cos y എന്ന് പറയുന്നത് sin inverse x ആണ്. ഇനി നോക്ക്, എപ്പോഴാണ് ഈ എക്സ്പ്രഷൻ എക്സിസ്റ്റ് ചെയ്യുക? ഈ എക്സ്പ്രഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ cos y 0 ആവാൻ പാടില്ല. So this is valid if cos y not equal to 0. ഇനി cos y 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ y എന്താ? sin inverse x ആണ്, അല്ലേ? അപ്പൊ sin inverse x ന്റെ വാല്യൂ, y യുടെ വാല്യൂ എന്താവുമ്പോഴാണ് ഇവിടെ 0 വരിക? π/2 അല്ലെങ്കിൽ -π/2 വന്നാലാണ് ഈ ഡിനോമിനേറ്റർ 0 ആവുക. സോ ഇത് 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? sin inverse x ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു -π/2 and π/2 ആയിരിക്കണം, അല്ലെ? ഇനി അങ്ങനെ പറഞ്ഞാൽ x എന്താവാൻ പാടില്ല? x നോട്ട് ഈക്വൽ ടു സൈൻ -π/2 ആവാൻ പാടില്ല, അതായത് -1 ആവാൻ പാടില്ല, സൈൻ π/2 ആവാൻ പാടില്ല, 1 ആവാൻ പാടില്ല. സോ വാട്ട് ഈസ് ദ ഡൊമൈൻ ഓഫ് dy by dx? അല്ലെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? when x belongs to open interval -1 1 ആണ്. സോ ദിസ് ഇസ് ദ ഡൊമൈൻ ഓഫ് dy by dx. ഇങ്ങനെ നമ്മൾ ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടാലും ആ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഡെറിവേറ്റീവിന് ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കിപ്പോൾ 1 by cos y എന്ന് പറഞ്ഞാൽ 1 by cos സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആൻസറിൽ എക്സിന്റെ ടേംസിൽ വരണമെങ്കിൽ ഈ 1 by cos y നെ നമുക്കൊന്ന് മാറ്റാം. എങ്ങനെയാ? 1 by cos y can be written as root of 1 minus sin square y. നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കുകയാണ്, അല്ലേ? Now this is equal to 1 by root of what is sin y? അത് x ആണ്, 1 minus x square. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ കാണാതെ പഠിക്കുന്ന ഫോർമാറ്റ്. dy by dx അല്ലെങ്കിൽ the derivative of sin inverse x is 1 by root of 1 minus x square. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് cos inverse x നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഇതേ പാറ്റേണിൽ കിട്ടും. അതിന്റെ ആൻസർ -1 by root of 1 minus x square ആണ് വരും. അതിന്റെയും ആ ഡെറിവേറ്റീവിന്റെയും ഡൊമൈൻ ആയിട്ട് വരുന്നത് x belongs to ഓപ്പൺ ഇന്റർവൽ -1 1 തന്നെയാണ്. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് tan inverse x നോക്കാം. y is equal to tan inverse x. f of x equal to tan inverse x. അങ്ങനെയാണെങ്കിൽ what is f dash x അല്ലെങ്കിൽ dy by dx എന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. y equal to tan inverse x implies tan y equal to x, ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? tan y യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec square y ആണ്. x അല്ല, എക്സിന്റെ സ്ഥാനത്ത് y ആണ്. അപ്പൊ എന്ത് വേണം? വിത്ത് റെസ്പെക്ട് ടു x ആവുമ്പോൾ ഇൻറ്റു dy by dx കൂടെ വേണം. ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് x ഈസ് 1. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? dy by dx ഈക്വൽ ടു 1 by sec square y എന്ന് കിട്ടും, അല്ലേ? ഇനി 1 by sec square y എന്നുള്ളതിനെ നമുക്ക് 1 by sec square y can be written as
1 plus tan square y. Now what is tan y? അത് x ആണ്. അപ്പോൾ 1 by 1 plus tan square y നെ നമുക്ക് എങ്ങനെ എഴുതാം? dy by dx equal to അതിൽ tan y ക്ക് x കൊടുത്താൽ 1 by 1 plus x square എന്ന് കിട്ടും. And this x is for x belongs to R. അപ്പോൾ the derivative of tan inverse x is 1 by 1 plus x square. ഇതേപോലെ നമുക്ക് cot inverse x ന്റെ ചെയ്യാം. അതിന്റെ ആൻസർ കിട്ടുക -1 by 1 plus x square ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇത് ചെയ്ത അതേപോലെ cot inverse x ന്റെ കൂടെ ചെയ്തു നോക്കാം. ഇനി ഒരെണ്ണം നമുക്ക് പറയാൻ പറ്റുന്നത് sec inverse x ഉം cosec inverse x ഉം രണ്ടിനും ഒരേ പാറ്റേൺ ആണ്. So let us take f of x equal to sec inverse x എടുത്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ y equal to sec inverse x implies sec y equal to x. Now differentiating both sides നമുക്ക് എന്താ കിട്ടുക? sec y യുടെ ഡെറിവേറ്റീവ് എന്താണ്? sec y tan y. ഇനി വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇപ്പോൾ ഫംഗ്ഷൻസ് ഉള്ളത്. അത് വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ ഇൻറ്റു dy ബൈ dx വേണം. x ന്റെ സ്ഥാനത്ത് y ആയതുകൊണ്ട് ഈക്വൽ ടു 1 എഴുതി. ഇതിൽ നിന്നും the expression for dy by dx is 1 by sec y tan y. അല്ലേ? ഇതിൽ sec y tan y എന്നുള്ളതിന് 1 by sec y ക്ക് നമുക്ക് x എന്ന് എഴുതാം. tan y നെ in terms of sec ആക്കണം. So what is the expression? Root of sec square y minus 1. tan square y equal to sec square y minus 1. അപ്പോൾ tan y എഴുതുമ്പോൾ അതിന്റെ റൂട്ട് കൊടുക്കുക. അതിൽ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? 1 by x into root of x square minus 1. ഇതാണ് sec inverse x ന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതേപോലെ cosec inverse ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുക ആൻസർ -1 by x into root of x square minus 1. ഇതാണ് cosec inverse x ന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുക. ഇവിടെയൊക്കെ അതിന് കറസ്പോണ്ടിങ് ഡൊമൈനുകൾ ഉണ്ട്. ഓരോ ഡെറിവേറ്റീവിനും അതിന്റെ കറസ്പോണ്ടിങ് ഡൊമൈൻസും ഉണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ എക്സസൈസ് 5.3 ചില ക്വസ്റ്റ്യൻസും കൂടെ നോക്കുകയാണ്. നമുക്ക് കാണേണ്ടത് dy by dx ആണ്. ഫൈൻഡ് dy by dx ആണ് എല്ലാ ചോദ്യങ്ങളും. അപ്പോൾ ഫംഗ്ഷൻസ് മാത്രം എഴുതാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് y equal to tan inverse 3x minus x cube divided by 1 minus 3x square, where minus 1 by root 3 less than x less than 1 by root 3. ഇതാണ് y എന്നുണ്ടെങ്കിൽ dy by dx എന്താണ് എഴുതുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർമുല പഠിച്ചു. tan inverse x ന്റെ ഡെറിവേറ്റീവിന്റെ ഒരു ഫോർമുലയൊക്കെ പഠിച്ചു. പക്ഷെ ഇവിടെ x ന്റെ സ്ഥാനത്ത് കിടക്കുന്ന എക്സ്പ്രഷൻ നോക്കുക. അപ്പോൾ tan inverse x ന്റെ ഡെറിവേറ്റീവ് നമ്മളിപ്പോൾ പഠിച്ചത് ഇങ്ങനെയാണ് 1 by 1 plus x square എന്നാണ്. ഈ x ന്റെ സ്ഥാനത്ത് ഈ ടേംസ് മൊത്തം എഴുതണം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. x ന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യും വേണ്ടേ? അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ ആ മെത്തേഡിൽ ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഡയറക്റ്റ് മെത്തേഡിൽ. അപ്പോൾ അതിന് പകരം ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാം. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെ അതിന്റെ ഏറ്റവും ചെറിയ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എഴുതാം. ഇതാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നോക്കുക, tan ഇൻവേഴ്സ് വന്ന സ്ഥിതിക്ക് ഈ എക്സ്പ്രഷൻ tan തീറ്റ എന്നുള്ള ഫോമിലാവണം. ഇത്രയും ഭാഗം tan തീറ്റ എന്നുള്ള ഫോമിലാവണം. ഇത് ഒന്നിച്ച് tan തീറ്റ എന്നുള്ള ഫോമിലാവണമെങ്കിൽ അതിലത്തെ ടേംസിന്റെ പാറ്റേൺ ശ്രദ്ധിച്ച് അറിയാം. എക്സിന് എന്താ കൊടുക്കണ്ടേ ഒക്കെ നമ്മൾ മുന്നേ പഠിച്ച ട്രിഗണോമെട്രിക് ഫോർമുലയുടെ ആപ്ലിക്കേഷൻ ആണ്. സോ ക്ലിയർ ആണ്, ഇവിടെ tan 3 തീറ്റയുടെ ഒരു പാറ്റേൺ ആണ്. സോ ലെറ്റ് us take x equal to tan theta. Then y is equal to tan inverse എന്താ വരിക? 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta എന്ന് കിട്ടും. ഇത് tan 3 തീറ്റയുടെ എക്സ്പ്രഷൻ ആണ്. സോ ദ എക്സ്പ്രഷൻ ഈസ് tan inverse of tan 3 theta now. And what is tan inverse of tan 3 theta? അത് 3 തീറ്റയാണ്. ഇനി ഇതിൽ ഈ തീറ്റ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ കൊണ്ടുവന്നതാ. നമ്മുടെ ഫംഗ്ഷൻ ആക്ച്വലി എക്സിലാണ്. സോ തീറ്റനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 3 ഇൻറ്റു ഇവിടുന്ന് കിട്ടുന്നത് what is തീറ്റ? tan inverse x. അപ്പൊ നമ്മുടെ y എന്ന് പറയുന്നത് ഇപ്പൊ 3 ഇൻറ്റു tan inverse x ആണ്. ഇതിനെ നമ്മൾ ഈ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റും.
Therefore dy by dx equal to എന്താണ്? It is the derivative of 3 tan inverse x. അതില് 3 കോൺസ്റ്റന്റ് ആണ്, അതിനവിടെ മാറ്റി വെച്ചു. ബാക്കിയുള്ളത് എന്താ? ഡെറിവേറ്റീവ് ഓഫ് tan inverse x. അതിപ്പോ നമ്മൾ പഠിച്ച ഫോർമുലയാണ്. What is tan inverse x? What is the derivative of tan inverse x? 1 by 1 plus x squared. So the answer is 3 by 1 plus x squared. Okay, അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ആ സിംപ്ലിഫൈ ചെയ്ത ഫോമിന്റെ ഡെറിവേറ്റീവ് എഴുതുക. അടുത്തത് y is equal to cos inverse 1 minus x square divided by 1 plus x square, where 0 less than x less than 1. ഇവിടെ നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന് എന്താ കൊടുക്കുക? 1 minus x square by 1 plus x square. അതിന് സമാനമായിട്ട് നമ്മൾ കഴിഞ്ഞ പോലെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1 minus tan square theta by 1 plus tan square theta. അത് cos 2 theta എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എക്സിന് എന്ത് കൊടുക്കണം? let x equal to tan theta എന്ന് കൊടുക്കുക. ഫോർമുലയുടെ പാറ്റേൺ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സിന്റെ എക്സ്പ്രഷൻ. ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ what is y? Cos inverse of 1 minus tan square theta by 1 plus tan square theta. Now this is the expression of cos 2 theta in terms of tan. So cos inverse of cos 2 theta 9, and it reduces to 2 theta. Again 2 into theta ne maatna. Ivudunnu theta edukka. What is theta? Tan inverse x. Therefore dy by dx equal to 2 tan inverse x ന്റെ ഡെറിവേറ്റീവ് ആണ്. അതിൽ 2 അവിടെ വെച്ചു. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 1 plus x square. So the answer is 2 by 1 plus x square. Next question. Y is equal to sin inverse 1 minus x square by 1 plus x square, where 0 less than x less than 1. നേരത്തെ നമ്മൾ ചെയ്തത് കോസ് ഇൻവേഴ്സ് ആണ്. ഇവിടെ കോസ് ഇൻവേഴ്സിന് പകരം സൈൻ ഇൻവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, എക്സിന് എന്താ കൊടുക്കുക? 1 minus x square by 1 plus x square എന്നുള്ള പാറ്റേണിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 1 minus tan square theta by 1 plus tan square theta. അത് cos 2 theta എക്സ്പ്രഷൻ ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്നത് എന്താ? സൈൻ ഇൻവേഴ്സ് ആണ്. സാധാരണ നമ്മൾ ഈ ഭാഗത്തിനെ സൈൻ തീറ്റ എന്നുള്ള ഫോർമുലയ്ക്കാണ് മാറ്റുക. പക്ഷെ ഇവിടെ വേറൊരു ഫോർമുല അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സിന് ടാൻ തീറ്റ തന്നെ എടുക്കുന്നു. ഇനി നോക്കാം നമുക്ക് അതിനെ ശരിയാക്കാൻ പറ്റുമെന്ന്. y is equal to sin inverse 1 minus tan square theta by 1 plus tan square theta എന്ന് കിട്ടും. അത് സൈൻ ഇൻവേഴ്സ്, ഇത് സൈൻ 2 theta അല്ല, cos 2 theta ആണ്. പക്ഷെ ഇത് 2 theta റെഡ്യൂസ് ചെയ്യണമെങ്കിൽ cos 2 theta എന്നുള്ള ടേമിന് പകരം സൈൻ തന്നെ വരണം അല്ലെ? അപ്പൊ നമ്മള് അതിനു മുന്നേ പഠിച്ച റിഡക്ഷൻ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. സൈൻ ഇൻവേഴ്സ് cos 2 theta can be written as sin pi by 2 minus 2 theta. sin 90 minus theta equal to cos theta എന്നുള്ള റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചു. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ വന്നല്ലോ. സോ ദിസ് എക്സ്പ്രഷൻ റെഡ്യൂസസ് ടു pi by 2 minus 2 theta. ഇനി നമുക്ക് അതിൽ തീറ്റനെ മാറ്റണം. അപ്പൊ എന്താ കിട്ടുക? pi by 2 minus 2 into ഇതിൽ നിന്ന് തീറ്റ എടുക്കുക. തീറ്റ ഈസ് tan inverse x. ഇതാണ് നമ്മുടെ പുതിയ എക്സ്പ്രഷൻ, നമ്മുടെ ഫംഗ്ഷന്റെ പുതിയ എക്സ്പ്രഷൻ അതാണ്. Therefore dy by dx equal to എന്താ കിട്ടുക? d by dx of അതിന്റെ പുതിയ പാറ്റേൺ pi by 2 minus 2 tan inverse x ആണ്. ഈ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് നോക്കൂ. pi by 2 കോൺസ്റ്റന്റ്, so its derivative is 0 minus 2 കോൺസ്റ്റന്റ്, ബാക്കിയുള്ളത് എന്താ? tan inverse x ന്റെ ഡെറിവേറ്റീവ്. and what is that? 1 by 1 plus x square. so what is the answer? minus 2 by 1 plus x square. okay, now ഒരു ചോദ്യം കൂടെ ചെയ്യാം. sin inverse എല്ലാം ഇതേപോലെ തന്നെയാണ്, സിംപ്ലിഫൈ ചെയ്യാൻ എന്നിട്ട് ഡെറിവേറ്റീവ് കാണും. sin inverse 2x into root of 1 minus x square, where minus 1 by root 2 less than x less than
1/√2. ഇത് ചെയ്യാൻ നമുക്ക് എന്താ എക്സിന് കൊടുക്കാൻ പറ്റുക? ഇത് മൊത്തത്തിൽ സൈൻ ഓഫ് സംതിങ് ആയിട്ട് വരണം. സോ ലെറ്റ് us take x equal to sin theta. എക്സിന്റെ വാല്യൂ നെഗറ്റീവും പോസിറ്റീവും വരുന്നുണ്ട്. അപ്പോൾ എക്സിന് നമുക്ക് സൈൻ തീറ്റ കൊടുത്തു നോക്കാം. സോ വാട്ട് ഈസ് y? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ എക്സിന് പകരം റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. Now this is sin inverse of 2 sin theta into root of 1 minus sin square theta എന്താണ്? അത് cos theta ആണ്. അപ്പോൾ എന്തായി? sin inverse sin 2 theta എന്നായി. And it reduces to 2 theta, that is 2 into what is theta here? ഇവിടെ എന്താണ് theta വരുന്നത്? Theta equal to sin inverse x. അപ്പോൾ ഇനി dy by dx കാണാം. So what is dy by dx? dy by dx എന്ന് പറഞ്ഞാൽ 2 sin inverse x ന്റെ ഡെറിവേറ്റീവ്. അതിൽ 2 അവിടെ വെച്ചു. sin inverse x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ് 1/√1 minus x square. So this is our answer. അതിനെ നമുക്ക് 2/√1 minus x square എന്ന് എഴുതാം. ഇവിടെ എക്സിന് നെഗറ്റീവും പോസിറ്റീവും വാല്യൂസ് അപ്ലിക്കബിൾ ആയതുകൊണ്ട് എക്സിന് സൈൻ തീറ്റ എന്നാണ് നമ്മൾ കൊടുക്കേണ്ട എക്സ്പ്രഷൻ. ഓക്കെ.